ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. ഗോവിന്ദ് അപ്പം എങ്ങനെയെങ്കിലും ഗീതുവിൻ്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രണയം എങ്ങനെയും പറയണമെന്നോർത്തൊക്കെ. അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട്, നീ എൻ്റെ അടുത്ത് പിണക്കം മാറ്റിയാലാണല്ലോ ഞാൻ അങ്ങോട്ട് വരുന്ന കാര്യം വരുത്തുള്ളൂ എന്നൊക്കെ ഗീതുവിന് ഇങ്ങനെ മെസ്സേജ് അയക്കുക. ഗീതു ഇങ്ങനെ ഓരോ മെസ്സേജ് ഇങ്ങനെ ഗോവിന്ദ് അയക്കുന്ന മെസ്സേജൊക്കെ വായിച്ചിരിക്കുക. അപ്പം ഗീതു വിചാരിക്കുന്നുണ്ട്, സ്നേഹത്തോടെ ഒരു മെസ്സേജ് ഇടണം, അല്ലല്ല വേണ്ട, ദേഷ്യപ്പെട്ട് മെസ്സേജ് ഇടാം, അപ്പം വേഗം നിങ്ങൾ വരും. അപ്പം ഗീതു എന്താണെങ്കിലും റിപ്ലൈ കൊടുക്കുക, ഗോവിന്ദൻ്റെ മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ ഗീതു തീരുമാനിച്ചു. എന്നിട്ട് ഗീതു മെസ്സേജ് ഇടുവാണ്, എത്രയും വേഗം ഇവിടെ വരെ വരണം, എനിക്ക് അമ്മയുടെ അടുത്ത് ഹോസ്പിറ്റലിൽ പോകാനുള്ളതെന്ന് പറയുന്നു. അപ്പം അത് ഗോവിന്ദ് വായിക്കോട്ടെ, ആ ഗോവിന്ദിന് കിട്ടിയ മെസ്സേജ്. എന്നിട്ട് ഗോവിന്ദ് വേഗം തിരക്കിട്ട് ഓടിപ്പാഞ്ഞ് പോകും. അപ്പോഴത്തേക്കും അയ്യപ്പേട്ടൻ വിളിക്കുന്നുണ്ട്, കുഞ്ഞെ നീ എങ്ങോട്ടാ പോകണേ, അവിടെ നിൽക്കുക. അയ്യപ്പേട്ടനാണ് ഓടിപ്പടച്ച് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയും, സമയമില്ല പോകണം എന്ന് പറഞ്ഞ്, എങ്ങോട്ട് പോകണം കുഞ്ഞെ, അവിടെ നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയും ഗീതുവിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോകുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഗീതുവിന് ഗോവിന്ദ് റിപ്ലൈ കൊടുക്കുന്നുണ്ട്, അത് ഗീതുവിൻ്റെ കാർ എൻ്റെ കയ്യിലാണ്, ഞാൻ വന്നിട്ട് നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് പറയുന്നു. അപ്പോഴത്തേക്കും ഗീതുവിന് മെസ്സേജ് ഇടുക കേട്ടോ. ഗോവിന്ദയുടെ മെസ്സേജൊക്കെ ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ഭയങ്കര നാണമാണ്. അതിൻ്റെ ഇപ്പോഴത്തേക്കും ഗീതു മെസ്സേജ് എടുത്ത് വായിക്കുക. അപ്പം ഗീതു വിചാരിക്കും, സ്നേഹത്തോടെ പറയണ്ട, ഇങ്ങനെ തന്നെ മതി എന്നുള്ളൊരു രീതി ഗീതു ഇരിക്കുവാണ്. അപ്പോഴത്തേക്കും ഗോവിന്ദൻ്റെ അടുത്ത് അയ്യപ്പദാസ് പറയുന്നുണ്ട്, എങ്ങോട്ട് തിരക്കിട്ട് പോണേ, നമുക്ക് ഇവിടെ നിന്ന് ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാം, അവിടെ ഒരു കടയിൽ നല്ല പുട്ടും കറിയും കിട്ടും എന്ന് പറയും. പുട്ടും കറിയൊക്കെ ഇനി നമുക്ക് പിന്നെ കഴിക്കാം, നമുക്ക് പോകാമെന്ന് പറയും. അപ്പം ഗോവിന്ദ് വിചാരിക്കുന്ന എന്താണേലും ഗീതുവിൻ്റെ അടുത്ത് പ്രണയം തുറന്നു പറയണം, അതിനുവേണ്ടി എന്താ ഒരു വഴി എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കും. അപ്പം അയ്യപ്പദാസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെ എൻ്റെ പ്രണയം തുറന്നു, ഇത് എല്ലാ തവണയും കാണുന്നതല്ലേ, ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അയ്യപ്പദാസ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഗോവിന്ദ് പറയും, എല്ലാ തവണത്തെ പോലെയല്ല, എത്ര തവണ ഞാൻ എൻ്റെ മനസ്സ് തുറക്കും. ഗോവിന്ദനാണെങ്കിൽ ഭയങ്കര ഒരു റൊമാൻറ്റിക് മോഡിലേക്കൊക്കെയാണ്. ഗോവിന്ദ് എങ്ങനെയും ഗീതുവിൻ്റെ അടുത്തൊരു പ്രണയം തുറന്നു പറയും, അതിന് പല ഐഡിയകളും ഗോവിന്ദ് ഇങ്ങനെ ആലോചിക്കുന്നതാണ്. അതേസമയം ഗീതു ഇങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ എന്താണേലും ഗോവിന്ദേട്ടൻ വന്നു കഴിയുമ്പോഴത്തേക്കും എന്താണേലും ഗീതുവിൻ്റെ മനസ്സിലെ പ്രണയവും പറയണം. അപ്പം ഗീതു വിചാരിക്കും, ഇനി എന്താ അതിനൊരു ഐഡിയ. അപ്പം ഗീതുവാണ് അവിടെ എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെക്കുവാണ് ഒന്ന് പ്രണയം തുറന്നു പറയാനായിട്ട്. ഗീതുവിനാണ് മെസ്സേജൊക്കെ അയക്കുമ്പോൾ ഭയങ്കര നാണത്തോടു കൂടി ഓരോ റൊമാൻറ്റിക് രീതിയിലൊക്കെയാണ് ഗോവിന്ദ് മെസ്സേജൊക്കെ ഇങ്ങനെ ആലോചിക്കാൻ മാറി നിൽക്കും. അപ്പോഴത്തേക്കാണ് ഈ അയ്യപ്പേട്ടൻ കിടന്ന് കുഞ്ഞേന്ന് പറയും, ഇയാളുടെ ഒരു കാര്യം ഒന്ന് മിണ്ടാതിരിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അയ്യപ്പേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് പറയുകയാണ്. എന്നിട്ട് ഒന്ന് മാറിക്കോ, ഞാനൊന്ന് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് ഒരു കാര്യം ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഗോവിന്ദ് അയ്യപ്പേട്ടനോട് പറയുന്നുണ്ട്. അതേസമയം വിജയലക്ഷ്മി ആണെങ്കിൽ വിളിച്ചിട്ട് ഗോവിന്ദ് ഫോണൊന്നും എടുത്തില്ലല്ലോ. എന്നിട്ട് വിജയലക്ഷ്മി വേഗം രഞ്ജുവിനെ വിളിക്കുകയാണ്. രഞ്ജുവിനോട് പറയുന്നു, ഗീതു അവിടെ ഉണ്ടോ, ഗോവിന്ദ് അവിടെ ഉണ്ടോ, നീ അത്യാവശ്യമായിട്ട് ഗോവിന്ദയിൽ ഒന്ന് ഫോൺ കൊടുക്കണം, എന്നിട്ട് എനിക്കൊന്ന് സംസാരിക്കാണ്ട് ഗോവിന്ദിനോട് വേഗം ഇവിടെ വരെ ഒന്ന് വരാൻ പറയണമെന്ന് പറയും. അപ്പോൾ പറയും, ഗോവിന്ദേട്ടൻ അങ്ങോട്ടൊന്നും വരത്തില്ല, ഞാൻ പറഞ്ഞാലൊന്നും വരത്തില്ല, അതങ്ങനെയുണ്ട്, അമ്മ ഗീതുവിനോട് വിളിച്ച് പറ. അപ്പം ഗീതു പറഞ്ഞാൽ ഗോവിന്ദേട്ടൻ ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞാലും പിന്നെ വരുമെന്ന് പറയുന്നു. അപ്പോൾ പറയും, ഇത് ഗീതു അറിയാൻ പറ്റില്ലാത്തൊരു കാര്യം, അതെന്ത് കാര്യമാണ്, അപ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിജയലക്ഷ്മി ഓർക്കുന്നുണ്ട്. അതിനുശേഷം വിജയലക്ഷ്മി പറയുന്നുണ്ട്, എനിക്ക് അത്യാവശ്യം നീ ഒന്ന് പറയാം. അപ്പോൾ പറയും, ഗോവിന്ദേട്ടൻ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എവിടെ പോയേക്കുവാന്ന് രഞ്ജു പറയുന്നുണ്ട്. എന്നിട്ട് പറയും, അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യമാണ് അമ്മ ഇങ്ങോട്ട് വാ നീ എന്ന് പറയും. അപ്പോൾ പറയും, വേണ്ട, ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നീ എൻ്റെ മോളെന്നുള്ള കാര്യമൊക്കെ അവിടെ അറിയൂന്ന് പറയുന്നു, രാധിക അറിയുമെന്ന് പറയും. അതൊക്കെ എന്നെ അറിഞ്ഞു കഴിഞ്ഞാന്ന് പറയും. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും വിജയലക്ഷ്മിക്ക് ഒരു ടെൻഷനായി, ഇനി എൻ്റെ മോളാ നീ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇത് പ്രശ്നമാകില്ല, അതൊക്കെ പണ്ടേ അറിഞ്ഞതാ, എന്നാൽ പിന്നെ എത്രയും വേഗം നീ ഇങ്ങ് പോരെ, ഇനി അവിടെ നിൽക്കണ്ടെന്ന് പറയും. എനിക്കിവിടെ ഒരു കുഴപ്പമില്ല, ഞാനിവിടെ തന്നെ നിന്നോളാന്ന് പറയും. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ രഞ്ജു എന്താണെങ്കിലും പോകുന്ന കാര്യമൊന്നും പറയുന്നില്ല. അപ്പോൾ വിജയലക്ഷ്മി പറയുന്നു, നീ എൻ്റെ കൂടെ വരണമെന്ന്. വിജയലക്ഷ്മിയോട് എന്താണേലും അങ്ങനെ ഇത് ഗോവിന്ദേട്ടൻ്റെ കൂടെ വീടല്ലേ, അമ്മയ്ക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ, ഗീതു അതിനുള്ളൊരു സമയമൊക്കെ നിങ്ങൾക്ക് ഒരുക്കി തരും അമ്മയ്ക്ക്, അപ്പോൾ ഗോവിന്ദേട്ടനോട് സംസാരിക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്, രാധികയുടെ ശല്യമില്ലാതെ എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു, അമ്മ എന്താണെങ്കിലും ഇങ്ങോട്ട് വാ, അല്ലാതെ ഇപ്പം ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയും, ഞാൻ എന്നാൽ വരാം, വന്നു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്, നീ എൻ്റെ കൂടത്തിൽ തിരിച്ചു വരണം എന്ന് ഈ വിജയലക്ഷ്മി പറയാം. എന്താണെങ്കിലും വിജയലക്ഷ്മിയുടെ കൂടത്തിൽ പോകുന്ന കാര്യമൊന്നും രഞ്ജുവിന് ഇവിടെ തന്നെ നിന്നാൽ മതി എന്നാണ് രഞ്ജു. അന്നേരം വിജയലക്ഷ്മിയുടെ കൂടത്തിൽ അവിടെ വന്നു കഴിഞ്ഞാൽ നീ രഞ്ജു ചെല്ലണമെന്ന് വിജയലക്ഷ്മി പറയുന്നുണ്ട്. അതേസമയം വേഗം ആ റൂമിലേക്ക് പ്രിയയും രേഖയും കൂടെ വരുവാണ്. എന്നിട്ട് പറയും, അപ്പം ഇവരെവിടെ പോകാനായിട്ട് ഒരുങ്ങി റെഡിയായിട്ടാണ് വരുന്നത്. അപ്പം രഞ്ജു ചോദിക്കും, എവിടെ പോകാമെന്ന് ചോദിക്കുമ്പോൾ പറയും, ഞങ്ങൾ
അമ്മയുടെ അടുത്ത് പോകണം, ഹോസ്പിറ്റലിൽ അമ്മേനെ കാണാൻ പോകാമെന്ന് പറയും. അപ്പോൾ പറയാം, എന്നാൽ നിങ്ങൾ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഞാനും കൂടെ വരാമെന്ന് പറയുമ്പോൾ പ്രിയ പറയും, വേണ്ട ഞങ്ങൾ ചേട്ടത്തി നാത്തൂനും ഒക്കെ പോകുന്ന കൊടുത്ത് നീ വരണ്ട, നീ വന്നു കഴിഞ്ഞാൽ ഒരു പറയാൻ പോലും ബന്ധുത്വം ഇല്ല, പിന്നെ നീ ആരാന്നാ ഞങ്ങൾ പോയി പറയേണ്ടത്, അതുകൊണ്ട് നീ വരുമൊന്നും വേണ്ട ഞങ്ങളുടെ കൂടെ എന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേക്കും രഞ്ജുവിനൊരു വിഷമമാകുന്നുണ്ട്. രഞ്ജുവിനെ കാണുമ്പോൾ തന്നെ പ്രിയയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് മുഖത്ത്. എന്നാൽ രഞ്ജു ആണെങ്കിൽ പ്രിയനെ കാണുമ്പോൾ ചിരിച്ചൊക്കെ കാണിക്കും, പക്ഷേ പ്രിയ ചിരിച്ചൊന്നും കാണിക്കുന്നില്ല. പ്രിയയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പോഴത്തേക്കും ഇവളുടെ മുഖമൊക്കെ ഒന്ന് വിഷമമായി, രഞ്ജുവിൻ്റെ മുഖം. അപ്പോഴത്തേക്കും രേഖ വന്നിട്ട് പറയും, സാരമില്ല എന്നും പറഞ്ഞിട്ട് രേഖ ഇങ്ങനെ ആശ്വസിപ്പിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും പ്രിയ പറയും, രേഖച്ചി വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് രേഖയോടും കൂടെ ദേഷ്യപ്പെടുവാണ് പ്രിയ. എന്നിട്ട് പ്രിയ അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്കും രേഖ പറയുന്നുണ്ട്, വരുവാ മോളെ എന്ന് പറഞ്ഞിട്ട് പ്രിയയുടെ അടുത്തേക്ക് രേഖ ചെല്ലുക. അപ്പോഴത്തേക്കും വിചാരിക്കും, രാധികാമ്മയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു, എൻ്റെ അടുത്തോ ഇത് ആവില്ലാത്തത്. പക്ഷേ ഇപ്പോൾ പ്രിയ എൻ്റെ അടുത്ത് എന്താ ഇങ്ങനെയൊക്കെ, പ്രിയയുടെ അടുത്ത് എനിക്ക് ഇനി ഇത് ഇങ്ങനെ, പ്രിയയ്ക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണല്ലോ, പ്രിയയ്ക്ക് എന്നോടൊരു അടുപ്പവും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ രഞ്ജു ഓർത്ത് ഇങ്ങനെ വിഷമിക്കുന്നതായിട്ടൊരു ഭാഗമാണ് കാണിക്കുന്നത്. അതേസമയം വരുണും രാധികയും കൂടെ കിഷോറിനെ കാണാൻ പോയേക്കുവാണ്. കിഷോറിൻ്റെ അടുത്ത് ഇങ്ങനെ ചെല്ലുന്നുണ്ട്. കിഷോറിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും ഇവരുടെ മുഖത്ത് ഭയങ്കര ദേഷ്യമാണ്, വരുണിൻ്റെയും രാധികയുടെ മുഖത്ത്. കിഷോറിന് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുവാണ്. അപ്പോഴത്തേക്കും ഇവർ ദേഷ്യത്തോടെയാണ് ഇറങ്ങിച്ചെല്ലുമ്പോഴത്തേക്കും ഇനി എന്താ നിൻ്റെ ഡിമാൻഡ് എന്നൊക്കെ ചോദിച്ചിട്ട് ചെല്ലും. എനിക്ക് എന്നാ ഡിമാൻഡ്, എന്നിട്ടും എനിക്ക് വേറെ ഡിമാൻഡൊന്നും ഇല്ല എന്ന് പറയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസമല്ലേ നീ 1 കോടി രൂപ മേടിച്ചത്, ആ വീഡിയോയുടെ പേരും പറഞ്ഞ്, അതൊക്കെ ഓക്കെ, പക്ഷേ ഇനിയും കുറച്ച് കാര്യം കൂടിയുണ്ട്, എനിക്ക് എല്ലാ ഡിമാൻഡും പെട്ടെന്ന് എൻ്റെ ഡീലുകൾ ക്ലോസ് ചെയ്യാൻ പറ്റുമോ, നമുക്ക് കുറച്ച് ആവശ്യം കൂടെയൊക്കെ ഇല്ലേന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അമ്മ ഇതിപ്പം വെറുതെ നമ്മളെ ഇട്ട് പറ്റിക്കാനാ, ഇവൻ നമ്മളെ ഇട്ട് ഇങ്ങനെ പറ്റിച്ചതും ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ, ഇവൻ്റെ ഡീലിനൊന്നും നമുക്ക് നിൽക്കണ്ട, ഇവനങ്ങോട്ട് ഇല്ലാതായി കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരുമല്ലോ എന്ന് വരുൺ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുകയാണ്. അപ്പോൾ കിഷോർ എങ്ങനെ ആരൊക്കെ എന്നെ ഇല്ലാതാക്കാൻ നോക്കിയാലും ഞാൻ എങ്ങനെയൊക്കെ തിരിച്ചു വന്നിരിക്കും, അതാണ് ഈ കിഷോർ എന്നൊക്കെ പറയുന്നുണ്ട്. നിൻ്റെ കയ്യിലിരുന്ന എല്ലാ വീഡിയോസും പോയി, അതുകൊണ്ടല്ലേ ഗീതു ഇപ്പോഴും ഞങ്ങളെ ഇങ്ങനെ ഇട്ടുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഗീതു എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളെ കൂടെ കൊണ്ട് ഓരോന്നൊക്കെ ചെയ്യിപ്പിക്കാൻ ഗീതുവിൻ്റെ ഒരു തുറുപ്പ് ചീട്ടായിട്ട് ഗീതു ഇപ്പോൾ ആ വീഡിയോസൊക്കെ കാണുന്നതെന്ന് പറയുമ്പോൾ എല്ലാ വീഡിയോസൊന്നും ഗീതുവിൻ്റെ കയ്യിലില്ല എന്ന് പറയുന്നുണ്ട്. അല്ല ഉണ്ട് എന്ന് പറയുമ്പോൾ ഇല്ല, ഒരു വീഡിയോ മാത്രം, അത് രാധികാമ്മ പറഞ്ഞ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ, വരുൺ പറഞ്ഞ വീഡിയോ ഇല്ല, അതാണ് പ്രധാനം. ആ വീഡിയോ ഗോവിന്ദ് കണ്ടാലാണ് പ്രശ്നമാകാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും രാധികാമ്മ ചോദിക്കും, നീ എന്താണ് ആ വീഡിയോയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്നുള്ള കാര്യം രാധികയ്ക്ക് മനസ്സിലാവും. അപ്പം വരുൺ വിചാരിക്കും, ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ രാധിക തന്നെ വരുണിനെ ഇല്ലാതാക്കുമെന്ന്, അമ്മ തന്നെ എന്നെ ഇല്ലാതാക്കുമെന്ന് വരുണിന് തോന്നുക. കാരണം ആ മാതിരിയാണല്ലോ അവർ തമ്മിൽ പറഞ്ഞേക്കുന്ന ആ വീഡിയോയിൽ. സുവർണയും വരുണും സംസാരിക്കുന്ന ആ വീഡിയോയ്ക്കാണ് അത് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിഷോർ പറയുന്നുണ്ട്. മറ്റേ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ രാധികാമ്മയുടെ മറ്റേ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾ പേടിക്കാനൊന്നുമില്ല, അതിൽ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അത് ആ ദേഷ്യത്തിന് പറഞ്ഞതാന്നൊക്കെ ഗോവിന്ദേൻ്റെ അടുത്ത് ഗോവിന്ദ് സാറിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, പിന്നെ ഒരു കള്ളക്കരച്ചിലും അങ്ങ് കരഞ്ഞാൽ മതി, ഗോവിന്ദ് സാറിൻ്റെ കാര്യം ഓക്കെ ആകുമെന്ന് കിഷോർ രാധികാമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവരെ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും വരുണിന് ആ വീഡിയോയുടെ കാര്യം ഓർക്കുമ്പോൾ നല്ലൊരു ടെൻഷൻ തന്നെയുണ്ട്. പക്ഷേ രാധികാമ്മയ്ക്ക് തോന്നി ഇതിലെന്തോ കാര്യമായിട്ടുണ്ട് എന്ന് രാധികാമ്മയ്ക്കും തോന്നിയിട്ടുണ്ട്. ഗീതുവിനെ ഇല്ലാതാക്കാൻ മുന്നിൽ നിങ്ങൾ കളിച്ചു, ബാക്കിൽ നിന്ന് എല്ലാ സഹായവും ഞാൻ നിങ്ങൾക്ക്, എല്ലാ സപ്പോർട്ടും ഞാൻ തരും, ഗീതുവിനെതിരെ കളിക്കാനുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ തരൂ എന്ന് കിഷോർ പറയുന്നുണ്ട് രാധികയോടും വരുണിനോടും. അപ്പം ഗീതുവിനെ എങ്ങനെയാലും നിങ്ങൾ തീർത്തോ, ബാക്കി സപ്പോർട്ട് ഞാൻ കൊടുക്കുക എന്നാണ് കിഷോർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം ഗീതു ആണെങ്കിൽ വീട്ടിൽ ഫ്ലവർ വൈസൊക്കെ എടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഐ ലവ് യു കണ്ണേട്ട എന്ന് എഴുതിയൊരു കാർഡ് എടുത്ത് അകത്ത് വെച്ചിട്ട് അത് അലമാരിയിൽ വെക്കുകയാണ്. എന്നിട്ട് അലമാരി അടച്ച് വെക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ഗോവിന്ദനോട് വേഗം വരാനും പറഞ്ഞിട്ടുണ്ടല്ലോ. അതേസമയം അപ്പം ഗീതു വിചാരിക്കും, ഇനിയിപ്പോൾ അതത്ര പറ്റുന്നില്ല, കാരണം എൻ്റെ മനസ്സിലുള്ള പ്രണയത്തിൻ്റെ തീവ്രത അത്ര ആവത്തില്ല, ഇനി എന്താണേലും പറയണം, എനിക്ക് ഈ വിഷമം സഹിക്കാൻ പറ്റത്തില്ല, ഗോവിന്ദനോടുള്ള പ്രണയം എനിക്ക് ഇന്ന് എന്താണേലും പറയാം, അത് സ്വീകരിക്കാതിരിക്കോ എന്നുള്ളൊരു കടുത്ത തീരുമാനത്തിൽ തന്നെയാണ് ഗീതു. പക്ഷേ ഗീതുവിന് എത്ര ചെയ്തിട്ടും തൃപ്തിയാകുന്നില്ല. ഗോവിന്ദൻ്റെ അടുത്ത് എങ്ങനെ അവളുടെ ആ മനസ്സിലെ അത്ര പ്രണയം ഏത് രീതിയിൽ അതൊന്ന് പ്രകടിപ്പിക്കാൻ പറ്റും എന്നാണ് ഗീതു വിചാരിക്കുന്നത്. ഇനി എന്താ ഒരു ഐഡിയ, ഗീതുവിനാണെങ്കിൽ എന്ത് ചെയ്തിട്ട് തൃപ്തിയാകുന്നില്ല, അതിൻ്റെ പിന്നെ വേഗം ഫ്ലവർ വേസ്റ്റിൽ എഴുതി ഇതൊക്കെ എടുത്ത് മാറ്റുന്നു. ഇനി എന്താണെന്ന് വിചാരിച്ച് ഏറ്റവും നല്ലൊരു വഴി
പഴയ ആൾക്കാർ ചെയ്തിരുന്നത് തന്നെ. വാക്കുകൾ കൊണ്ട് പറഞ്ഞ അത്രയും ഒരു തീവ്രത മറ്റൊന്നിനും കിട്ടത്തില്ല എന്നൊക്കെ ഗീതു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുവാണ്. അങ്ങനെ ഗീതു ഒരു പേനയും പേപ്പറും ഒക്കെ എടുത്ത് എഴുതാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. ഗീതു എന്താണേലും ലവ് ലെറ്റർ എഴുതാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത്. അപ്പം ഗോവിന്ദ് വിചാരിക്കുന്നു പഴയ രീതികളൊന്നും വേണ്ട, ഇനി ഒരു പുതിയ രീതി കണ്ടുപിടിക്കണം. അതിനെന്താ ഒരു ഐഡിയ? പഴഞ്ചൻ രീതികളിൽ നിന്ന് ഗീതുവിൻ്റെ അടുത്ത് പുതിയ രീതിയിലൊരു റൊമാൻറ്റിക് പറയണം. അപ്പം ഗോവിന്ദ് വിചാരിക്കുക, അവൾ എൻ്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞായിരുന്നല്ലോ കുറേ പാട്ടുകളുടെ ഒരു പെൻഡ്രൈവ് അവൾക്ക് കൊടുക്കണമെന്ന്. എൻ്റെ കയ്യിലിരിക്കുന്ന പാട്ടിൻ്റെ കളക്ഷൻ്റെ ഇനി അതിന് ആ പെൻഡ്രൈവിൽ എൻ്റെ പ്രണയം അങ്ങ് പറഞ്ഞിട്ട് പറഞ്ഞ് ഇതാക്കിയിട്ട് അവളുടെ കയ്യിലേക്ക് കൊടുത്താലോ? അത് നല്ല ഐഡിയ ആയിരിക്കും എന്നിങ്ങനെ ഗോവിന്ദ് അവിടെ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു. അപ്പം രണ്ടു പേർക്കും പ്രണയം തുറന്നു പറയാനുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണേലും നാളത്തെ എപ്പിസോഡിൽ അവരുടെ പ്രണയം അവർ രണ്ടുപേരും തുറന്നു പറയും. അപ്പം ബാക്കി ഡീറ്റെയിൽ കഥയുമായിട്ട് നമുക്ക് നാളെ കാണാം.